ഹലോ ഗായ്സ്, അപ്പൊ ഇന്നതാണ്ട് വീട്ടിൽ വന്നതിന് ശേഷം നല്ല ടയർഡായി വിശന്ന് കുത്തി ചത്തിരിക്കരുത് കമ്മൽ ഊരി കഴിക്കണ സാധനം ഊരിട്ട് നേരെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയൊരു സാധനം ഉണ്ടായിരുന്ന ലേസ്. കുറേ നാളായി ഞാൻ ലേസ് കഴിച്ചിട്ട്, പക്ഷെ നല്ല വിശപ്പായിട്ട് ഞാൻ പിന്നെ ഒരു കടയ്ക്കൊരു ലേസ് വാങ്ങി. ഇനി എനിക്ക് ഫ്രഷ് ആയിട്ടൊക്കെ ചായ ഇടാൻ പറ്റൂ. അപ്പൊ ഞാൻ എനിക്ക് അത്ര കത്തലായപ്പോൾ ഞാൻ ലേസ് മേടിച്ച് കഴിച്ചു. ലേസ് കഴിച്ചിരുന്നപ്പോഴാണ് ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് വിട്ടുപോയത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഞാൻ ഏകദേശം ഒരു 2 years ആയിട്ട് ഞാൻ ഈ സാധനം തന്നെയാണ് സ്റ്റിൽ യൂസ് ചെയ്യുന്നത്. എനിക്കിതുവരെ സത്യം പറയില്ല, കുറെ പേരൊക്കെ പറയുന്നത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രോമം ഭയങ്കരമായിട്ട് കിളിക്കും അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ 3 days കൂടുമ്പോൾ ഒന്നും ചെയ്യാറില്ല കേട്ടോ. മിനിമം ഒരു 2 weeks ഒക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ഫേസ് റൈസർ ചെയ്യാം. പക്ഷെ എനിക്കങ്ങനെ രോമം ഭയങ്കരമായിട്ട് വളരുന്നതൊക്കെ തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ അലോവേറ ജെല്ല് എടുത്തിട്ടില്ല. അപ്പം തൽക്കാലത്തേക്ക് നമുക്ക് മോയിസ്ചറൈസർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒന്ന് ഫ്രഷ് ആവണം. അതുകൊണ്ട് അതിന് മുമ്പ് ഞാൻ ചെയ്യാന്ന് കരുതി അതാണ് ഈ കൂടെ തന്നെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അലോവേറ ജെൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് മോയിസ്ചറൈസർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അത് തന്നെ അപ്ലൈ ചെയ്തു. ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞത് 2 weeks കൂടുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ കാർമസിയുടെ ഫേഷ്യൽ റൈസർ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഫേഷ്യൽ റൈസർ ചെയ്യുന്നത്. ഞാൻ ഏകദേശം 2 years ആയിട്ട് കാർമസിയുടെ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, വേറെ ഒരു ഫേഷ്യൽ റൈസർ ഞാൻ യൂസ് ചെയ്യത്തില്ല. ഇതുകൊണ്ട് നമുക്ക് ഫേഷ്യൽ റൈസർ ചെയ്യുമ്പോൾ മുറിയുന്നുള്ള ഒരു പേടി എനിക്കില്ല, സത്യം പറഞ്ഞാൽ അത്രമാത്രം സേഫാണ്. ഇത്ര ഉണ്ടായിരുന്ന ഐറ്റം. അപ്പൊ ഇനിയിപ്പോ ഞാനൊന്ന് ഫ്രഷ് ഒക്കെ ആവട്ടെ. ഓക്കെ, അപ്പം ത്രെഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ടത് എന്റെ കമന്റ് ബോക്സിൽ ലിങ്ക് കിട്ടാൽ മതി. ഞാൻ പോയി നല്ല രീതിയിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അപ്പൊ എത്ര ബൈ ബൈ, സീ യു.